കാർഡമം പ്ലാന്റേഴ്സ് ഫെഡറേഷൻ മേഖലാ സമ്മേളനം നടന്നു. വണ്ടൻമേട് ആമയാർ പാലാട്ട് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന യോഗത്തിൽ ഫെഡറേഷൻ ചെയർമാൻ സ്റ്റെനി പോത്തൻ അധ്യക്ഷത വഹിച്ചു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് 30-ാം വയസ്സിൽ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ. കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ദർശന ബിൽഡിംഗ്, നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, നെടുങ്കണ്ടം. ഏലം കൃഷി നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഓൺലൈനായി ചേർന്ന യോഗത്തിൽ വായ്പാ തിരിച്ചടവിനുള്ള ഇടവേള വർദ്ധിപ്പിക്കുന്ന കാര്യവും പലിശയിൽ ഇളവ് വരുത്താനുള്ള ശ്രമം നടത്താനും ധാരണയായിട്ടുണ്ട്. വേനലിൽ വ്യാപകമായി കൃഷി നശിച്ചതോടെ ഏലം കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കർഷകരും വിവിധ സംഘടനകളും രംഗത്ത് വന്നിരുന്നു. സ്പൈസസ് ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നിരുത്തരവാദിത്വമായ സമീപനം നിർഭാഗ്യകരമാണെന്നും വേണ്ടിവന്നാൽ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുമെന്നും ഫെഡറേഷൻ ചെയർമാൻ സ്റ്റെനി പോത്തൻ പറഞ്ഞു. പിന്നെ സ്പൈസസ് ബോർഡിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന നിരുത്തരവാദപരമായ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് അടുത്ത കാലത്തായിട്ട് സമീപകാലത്തായിട്ട് ഏകദേശം 1.5 വർഷമായിട്ട് സ്പൈസസ് ബോർഡിൻ്റെ ഭാഗത്തു നിന്നുള്ള വളരെ നിരുത്തരവാദമായ രീതിയിലുള്ള സമീപനവും ഒരു തരത്തിലും ഏല കർഷകരെ അവർ ഒരു തരത്തിലും സഹായിക്കാൻ താല്പര്യപ്പെടാത്ത രീതിയിലുള്ള ഒരു സമീപനമാണ് നമുക്കുണ്ടായിരുന്നത്. ഇത് വളരെ അധികം അങ്ങേയറ്റം നിർഭാഗ്യകരമാണ്. തീർച്ചയായിട്ടും ഫെഡറേഷൻ ഇക്കാര്യത്തിൽ ശക്തമായ ഇടപെടലുകൾ നടത്തുകയും വേണമെങ്കിൽ പ്രത്യക്ഷമായ സമര മുറകളിലേക്ക് പോവുകയും ചെയ്യും. ഇതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ പല നിവേദനങ്ങൾ സ്പൈസസ് ബോർഡുമായിട്ട് കൊടുത്തിട്ടുണ്ട്. അവർ പോസിറ്റീവായിട്ട് റിപ്ലൈ ഒക്കെ തന്നിരിക്കുന്നത്, പക്ഷേ ഫലത്തിലൊന്നും നമ്മൾ കാണുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മുടെ ഫെഡറേഷൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ ഇടപെടലുകൾ നടത്തി ഇവിടുത്തെ ഏല കർഷകരുടെ ഉന്നമനത്തിനായിട്ട് നമ്മളെ കൊണ്ടിലാവുന്നതെല്ലാം ചെയ്തുകൊണ്ട് ഈ ഏല കർഷകരുടെ താങ്ങും തണലുമായിട്ട് കാർഡമം പ്ലാന്റേഴ്സ് ഫെഡറേഷൻ വണ്ടൻമേട് ഉണ്ട് എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് ഇന്നത്തെ മീറ്റിങ്ങും അതിനുശേഷമുള്ള ഓപ്പൺ ഡിസ്കഷനും വളരെ ക്രിയേറ്റീവായിട്ട് വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഡെലിബറേഷൻസും ഡിസ്കഷൻ. എല്ലാത്തരം കാർഷിക വായ്പകൾക്കും 3 വർഷം പലിശരഹിത മൊറട്ടോറിയം പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് കർഷക സംഘടനകൾ രംഗത്ത് വന്നിരുന്നു. ഇതേ തുടർന്ന് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ കൃഷിമന്ത്രി പി പ്രസാദ്, ജലവിഭവ വകുപ്പ് മന്ത്രി എന്നിവരെ വരൾച്ചാ ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാൻ അവസരവും ഒരുക്കിയിരുന്നു. കൂടാതെ CHR പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുവാൻ ഫെഡറേഷൻ നിരന്തരമായ പരിശ്രമമാണ് നടത്തിവരുന്നത്. എന്നാവശ്യപ്പെട്ടുകൊണ്ട് പലപ്പോഴും റവന്യൂ മന്ത്രിക്കും അതുപോലെ തന്നെ പലർക്കും നിവേദനം കൊടുക്കുകയും അതെല്ലാം വലിയ വാർത്തകളാക്കി പ്രചരിപ്പിക്കുകയും ചെയ്തു. പക്ഷെ നമ്മൾ ഈ വിഷയം ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ നടത്തുന്ന വക്കീലന്മാരുമായിട്ടെല്ലാം സംസാരിച്ചപ്പോഴും നിയമോപദേശം തേടിയപ്പോഴും അവരെല്ലാം വളരെ വ്യക്തമായി പറഞ്ഞ ഒരു കാര്യം ഇതാണ്: ഈ കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാരണവശാലും ഇത് പുതുക്കി കൊടുക്കുന്നതിനോ അല്ലെ കൈമാറ്റം ചെയ്യുന്നതിനോ യാതൊരു കാരണവശാലും സാധിക്കുകയില്ല. ഈ വിഷയത്തെ നിങ്ങളിപ്പോൾ കോടതിയിലേക്കോ അല്ലെങ്കിൽ ആ ഒരു തലത്തിലേക്കോ കൊണ്ടുപോയാൽ ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ കൈമാറ്റം ചെയ്യപ്പെട്ട ഭൂമികളോ കുത്തകപ്പാട്ടം പുതുക്കി കൊടുത്തതോ വലിയ നിയമക്കുരുക്കിലേക്ക് പോയി അകപ്പെടാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിൽ ഏതോ ഒരു കേസിൽ കുത്തകപ്പാട്ടം റദ്ദ് ചെയ്ത ആ ഭൂമി ഗവൺമെന്റ് തിരിച്ചെടുത്തൊരു കേസുമുണ്ട്. ആരെങ്കിലും വ്യക്തിപരമായി പരാതിപ്പെട്ടാൽ ഇന്ന ഭൂമി കുത്തകപ്പാട്ട ഭൂമിയാണ്, കോടതി വിധിക്ക് വിരുദ്ധമായിട്ട് ഇത് കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ കുത്തകപ്പാട്ടം പുതുക്കിയിരിക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് ആരെങ്കിലും ഒരു പരാതി കൊടുത്താൽ ഒരുപക്ഷെ അത്തരം ഭൂമികളുടെ നമ്മളുടെ കൈവശം തന്നെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിയമപരമായി ഇല്ലാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ യുദ്ധം ചെയ്യാൻ ശ്രമിക്കുന്നതോ അതല്ലെങ്കിൽ അതിനെതിരെ നിവേദനങ്ങൾ കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടോ കാര്യം നേടാമെന്ന് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ നമുക്ക് കാര്യം മനസ്സിലാക്കണം, ആത്യന്തികമായി ഈ സംഭവം ഉണ്ടാകുന്നത്, ഈ പ്രശ്നം ഉണ്ടാകുന്നത് CHR കേസുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. 97-ലെ ഗോദവർദ്ധൻ തിരുമുൽപ്പാട് കേസിൽ ഉണ്ടായിരിക്കുന്ന 2005-ലെ കോടതിയുടെ സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവിനെ തുടർന്നാണ് ഇതെല്ലാം നിലച്ചുപോയിരിക്കുന്നത്. അപ്പോൾ ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കപ്പെടണമെങ്കിൽ, അന്തിമമായി പരിഹരിക്കപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും CHR കേസ് നമ്മൾ ജയിച്ചിരുന്നു. ആ കേസ് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോയി ആ കേസിനകത്ത് ഇത് വനഭൂമിയല്ല, ഇത് റവന്യൂ ഭൂമിയാണ് എന്ന അന്തിമ വിധി സമ്പാദിക്കുന്നത് വരെ ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടേയിരിക്കും. ഇത് താൽക്കാലികമായി ഇതിന് യാതൊരു പരിഹാരവുമില്ല. അപ്പോൾ ആർക്കെങ്കിലും ഈ ഇരിക്കുന്ന ആളുകളിടയിലാണെങ്കിലും കുത്തകപ്പാട്ട ഭൂമികളെ സംബന്ധിച്ചൊരു സംശയം ഉണ്ടായെങ്കിൽ അതിൻ്റെ കൃത്യമായ കോടതി ഉത്തരവും അതിന് ഗവൺമെന്റ് ഓർഡറിന്റെ കോപ്പിയും നമ്മുടെ കൈവശത്തിലുണ്ട്, നമ്മൾ തരാം. അതിനപ്പുറത്തേക്ക് ഒരു നിയമവഴികളിലേക്കോ മറ്റേതെങ്കിലും രീതിയിലേക്കോ ആരും നീങ്ങാതിരിക്കുന്നതായിരിക്കും നമുക്ക് ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഏറ്റവും അഭികാരം. ഏലം മേഖലയിലെ വരൾച്ചയും ഈ മേഖലയിലെ പൊതുവായ പ്രശ്നങ്ങളും സംബന്ധിച്ച് കേരള സർക്കാർ വരുത്തേണ്ട നയപരമായ മാറ്റങ്ങളും
സംബന്ധിച്ച് വ്യവസായ വകുപ്പ് ഡയറക്ടർ ഹരി കിഷോർ IASന് കാർഡമം പ്ലാന്റേഴ്സ് ഫെഡറേഷൻ നിവേദനം സമർപ്പിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി ഈ വിഷയം ചർച്ചയ്ക്കെടുത്തതോടെ കർഷകർക്ക് ഏറെ പ്രതീക്ഷയാണ് നൽകുന്നത്. റീപ്ലാനിംഗ് സ്കീമിലേക്കായി 162 കോടി രൂപയുടെ പ്രപ്പോസലാണ് വ്യവസായ വകുപ്പ് ഡയറക്ടർ ഹരി കിഷോർ IAS സമർപ്പിച്ചിരിക്കുന്നത്. കേര പദ്ധതിയിലൂടെ ലോകബാങ്കിന്റെ സ്കീമിൽ ഉൾപ്പെടുത്തി പദ്ധതി ആവിഷ്കരിക്കാനും സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റിയുടെ യോഗം അടിയന്തരമായി വിളിക്കാനും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കാർഡമം പ്ലാന്റേഴ്സ് ഫെഡറേഷൻ മേഖലാ കമ്മിറ്റിയിൽ വൈസ് ചെയർമാൻ N. പൃഥ്വിരാജ്, NMR എസ്റ്റേറ്റ് ട്രഷറർ S. ജീവാനന്ദൻ, കോർ കമ്മിറ്റി അംഗങ്ങളായ R. മണിക്കുട്ടൻ, സണ്ണി മാത്യു വെട്ടുണ്ണിക്കൽ, സാജൻ കുര്യൻ കളരിക്കൽ, ദിബിൻ പൊന്നപ്പൻ, ജിനു ജോർജ്, R. സുരേഷ്, ജോസഫ് പുതുമന എന്നിവർ സംസാരിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്. ഹായ്, എൻ്റെ പേര് നിവ്യ. ഞാൻ 20 ഏക്കർ അൽഫോൺസ ലാബിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ പഠിച്ചത് നെടുങ്കണ്ടം കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ്. ഹായ്, ഐ ആം തസ്നിമ. ഞാൻ പഠിച്ചത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ്. അവിടുന്ന് പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ എനിക്ക് നെടുങ്കണ്ടം നീതി മെഡിക്കൽ ലാബിൽ ജോലി കിട്ടി. ഞാനിപ്പോൾ ഹാപ്പിയാണ്. ഹായ്, ഞാൻ അരുണിമ. നെടുങ്കണ്ടം കോൺഫിഡൻസിലാണ് ഞാൻ പഠിച്ചത്. പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ എനിക്ക് രാജാക്കാട് SN ഹോസ്പിറ്റലിൽ ജോലി കിട്ടി. ഹായ്, ഞാൻ അമർദീന്ദു. ഞാൻ വർക്ക് ചെയ്യുന്നത് രാജാക്കാട് ലൈഫ് കെയർ മെഡിക്കൽ സെൻറ്റർ ഹോസ്പിറ്റലിലാണ്. എനിക്ക് കോൺഫിഡൻസ് തന്നത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഹായ്, ഞാൻ ഗ്രീഷ്മ. എൻ്റെ വീട് തൂക്കുവാലാണ്. ജോലി എന്നത് എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു. ആ സ്വപ്നത്തിലേക്ക് എന്നെ നയിച്ചത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഹായ്, എൻ്റെ പേര് കെസിയ. ഞാൻ കുമളി ശില്പ ഡയഗ്നോസ്റ്റിക് സെൻറ്ററിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ കോൺഫിഡൻസിലാണ് പഠിച്ചത്. എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ ബാച്ചിൽ പഠിച്ച എല്ലാ കൂട്ടുകാർക്കും ജോലി കിട്ടി എന്നുള്ളതാണ്. പഠിച്ചിറങ്ങുന്ന എല്ലാവർക്കും ജോലി ഉറപ്പ്. കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത ഡിപ്ലോമ കോഴ്സുകൾ. ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, ഫാർമസി അസിസ്റ്റന്റ്. 19-ാം വയസ്സിൽ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ. കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ദർശന ബിൽഡിംഗ്, നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, നെടുങ്കണ്ടം.